എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ കേരള ഹിസ്റ്ററി, ഇന്ത്യ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കമ്പൈൽഡ് ആയിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്ന് അവിടെ നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പം ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിന് ചോദിച്ചേക്കാവുന്ന അല്ലെങ്കിൽ മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ കുറച്ച് ഹൈ ഓർഡർ തിങ്കിങ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു സെഷൻ. അപ്പം നമുക്ക് ഇതിൽ വേണ്ടപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതൊരു മാരത്തോൺ സെഷനാണ്. അപ്പം അതിനനുസരിച്ചായിരിക്കും ഇതിൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രധാനമായിട്ടും നോക്കേണ്ടതായിട്ടുള്ള ചില ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് യൂറോപ്യൻ പവർ ടു റീച്ച് കേരള ബൈ സീ വാസ്. അതായത് കടൽ മാർഗം കേരളത്തിലേക്ക് വന്ന ആദ്യത്തെ യൂറോപ്യൻ പവർ ആരാണ്? അപ്പോൾ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഡച്ച്, ബി പോർച്ചുഗീസ്, സി ഇംഗ്ലീഷ് ആൻഡ് ഡി ഫ്രഞ്ച്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഇതിനുത്തരം പോർച്ചുഗീസാണ്. അടുത്തൊരു ചോദ്യം, ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം 1792 ended the third Anglo-Mysore War. ചില ക്വസ്റ്റ്യനുകൾ സെരിംഗപട്ടണം എന്ന് തന്നിട്ടുണ്ട്. ശ്രീരംഗപട്ടണമാണ്. അപ്പോൾ നമുക്കറിയാം അത് എവിടുത്തെ ആണെന്നുള്ളതറിയാം, മൈസൂർ ആണെന്നറിയാം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു വാറിൻ്റെ ടൈമിൽ വിച്ച് ട്രാവൻകൂർ റൂളർ സോട്ട് ബ്രിട്ടീഷ് പ്രൊട്ടക്ഷൻ ഡ്യൂറിങ് ദാറ്റ് പെർട്ടിക്കുലർ പീരീഡ്. ആ ഒരു സമയത്ത്, അതായത് ആ ഒരു വാർ നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട ഒരു തിരുവിതാംകൂർ രാജാവ് ഉണ്ടായിരുന്നു. അതാരാണെന്നാണ് ചോദ്യം. അപ്പോൾ നോക്കുക, ഓപ്ഷൻ എ ധർമ്മരാജ, ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ സി ശ്രീചിത്ര തിരുനാൾ, ഓപ്ഷൻ ഡി ഉത്രം തിരുനാൾ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരുന്നായിരിക്കും. എ ധർമ്മരാജയാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി കുണ്ടറ പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ കുണ്ടറ വിളംബരം. ഇപ്പോൾ 1809 ആണ്. നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ള ഒരു ഫിഗറാണല്ലേ 1809. അപ്പോൾ എയിംഡ് അറ്റ് റെസിസ്റ്റിംഗ് ബ്രിട്ടീഷ് കൺട്രോൾ വാസ് ഇഷ്യൂഡ് ബൈ. ഇപ്പോൾ കുണ്ടറ വിളംബരം ബ്രിട്ടീഷിനെതിരെ ആരാണ് കൊണ്ടുവന്നത്? ഇതും വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഓപ്ഷൻ എ വേലുത്തമ്പി ദളവ, ഓപ്ഷൻ ബി പഴശ്ശിരാജ, ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ ഡി കുഞ്ഞാലി മരയ്ക്കർ. നമുക്കറിയാം അല്ലേ, ദളവയാണ്, വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരത്തിൻ്റെ ഒരു പ്രൊപ്പൗണ്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, വിച്ച് മലയാളം പോയറ്റ് ഈസ് നോൺ ആസ് ദി പോയറ്റ് ഓഫ് ഫ്രീഡം? സ്വാതന്ത്ര്യ കവി അല്ലെങ്കിൽ സ്വതന്ത്ര കവി എന്നൊക്കെ പറയുന്നത് ആരെയാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ കുമാരനാശാൻ, ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണ മേനോൻ, ഓപ്ഷൻ സി ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ, ഓപ്ഷൻ ഡി ജി ശങ്കരക്കുറുപ്പ്. ഇത് വളരെയധികം കേട്ട് മറന്നിട്ടുള്ളൊരു ചോദ്യം തന്നെ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ്. പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം അല്ലേ, വള്ളത്തോൾ നാരായണ മേനോൻ, അദ്ദേഹത്തിനെയാണ് നമ്മൾ സ്വതന്ത്ര കവി എന്ന് പറയുന്നത്. ഇനി വൈക്കം സത്യാഗ്രഹ. ഓക്കെ, പേര് കേൾക്കുമ്പോൾ തന്നെ ഒരാളുടെ മുഖം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഹൂ ലെഡ് ദ വൈക്കം സത്യാഗ്രഹ? ആരായിരുന്നു? എ മഹാത്മാഗാന്ധി, ബി ടി കെ മാധവൻ, സി കേശവൻ, ഡി കെ കേളപ്പൻ. ഇത്തരം വളരെയധികം ഫെമിലിയർ ആയിരിക്കും. കെ കേളപ്പൻ. ഇതൊക്കെ ഒരു തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ, കാര്യം ഈ പറഞ്ഞല്ലോ 2 മാർക്കിനാണ്. അപ്പം മേ ബി ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസുകൾ നിങ്ങൾ തള്ളിക്കളയരുത്. അതുപോലെ ദ പോർച്ചുഗീസ് സെറ്റപ്പ് ദർ ഫസ്റ്റ് ഫാക്ടറി ഇൻ കേരള അറ്റ്. എവിടെയാണ് ആദ്യമായിട്ട് പോർച്ചുഗീസുകാർ അവരുടെ ആദ്യത്തെ ഫാക്ടറി നിർമ്മിച്ചത്? എവിടെയാണെന്ന് നോക്കുക. എ കൊച്ചി, ബി കാലിക്കറ്റ്, സി കൊല്ലം, ഡി കണ്ണൂർ. ഇതിൽ പലരും മിസ്റ്റേക്ക് വരുത്തുന്നതാണ്. പലരും പറയുന്നത് കാലിക്കറ്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ കാലിക്കറ്റോ കണ്ണൂരോ അല്ല, ആൻസർ കൊച്ചിയാണ്. അപ്പോൾ ഒരിക്കലും അത് മറക്കരുത്. അതുപോലെ തന്നെ പോർച്ചുഗീസുകാർ നമ്മുടെ നാട്ടിലോട്ട് വന്നപ്പോൾ, കേരളത്തിലോട്ട് വന്നപ്പോൾ അവരുടെ ക്യാപിറ്റലും കൊച്ചി തന്നെയായിരുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് മറന്നു പോകരുത്. ഇനി ഹൂ ഈസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ഈ 4 പേരിൽ ആരൊക്കെയാണ്? എ സ്വാമി വിവേകാനന്ദ, ബി രാജാറാം മോഹൻ റോയ്, സി മഹാത്മാഗാന്ധി, ഡി ദാദാഭായ് നവറോജി. നമുക്കറിയാം അല്ലേ, ആദ്യമായിട്ട് തന്നെ ബംഗാളെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വന്ന ആ ഒരു സമയത്ത് തന്നെ, അതിന് മുന്നേ തന്നെ പലതരത്തിലുള്ള പുരോഗമനങ്ങളും അതുപോലെ തന്നെ ഭയങ്കര ബ്രോഡ് തിങ്കിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ബംഗാളിൽ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ രാജാറാം മോഹൻ റോയ് ആണ് നമ്മുടെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത്. ഇനി ബാറ്റിൽ ഓഫ് പ്ലാസേ
1757 വാസ് ഫോട്ട് ബിറ്റ്വീൻ ദ ബ്രിട്ടീഷ് ആൻഡ് ആരുമായിട്ടാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ വന്നിട്ട് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ആദ്യത്തെ ഒരു ബാറ്റിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ബാറ്റിൽ ഓഫ് പ്ലാസെ പറയാം. അപ്പോൾ 1757 ആണ്. അതും പഠിക്കാൻ എളുപ്പമുള്ളൊരു ഫിഗറാണ് അല്ലേ. അപ്പോൾ ബ്രിട്ടീഷുകാരും ആരുമായിട്ടായിരുന്നു ആ ഒരു ലഹള എന്ന് നോക്കാം. അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്ന സിറാജുൽ ഉദ്ദൗല, ടിപ്പു സുൽത്താൻ, സി ഹൈദർ അലി, ഡി നാനാ സാഹിബ്. സിറാജുദ്ദൗലയാണ് ഈ ഒരു ബാറ്റിൽ ഓഫ് പ്ലാസയിൽ ബ്രിട്ടീഷുകാരുമായിട്ട് പൊരുതിയ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു രാജാവായിരുന്ന ആൾ. ഇപ്പം ഈ ബാറ്റിൽ ഓഫ് പ്ലാസ എന്ന് പറയുന്നത് ഒഫീഷ്യലി നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ഒരു ആദ്യത്തെ ഒരു ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടല്ല, ബ്രിട്ടീഷുകാർക്ക് എതിരെ നമ്മൾ ഒരു പൊരുതിയ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു ബാറ്റിൽ എന്ന് പറയുന്നത് ഈ ബാറ്റിൽ ഓഫ് പ്ലാസയാണ് കേട്ടോ. പക്ഷേ ആദ്യത്തെ ഇൻഡിപെൻഡൻസിന് വേണ്ടി നമ്മൾ പൊരുതിയത് എന്തായിരുന്നു? സിപ്പോയി മ്യൂട്ടിനി ആയിരുന്നു അല്ലേ, ശിപ്പായി ലഹള എന്ന് പറയുന്നതായിരുന്നു. അപ്പം ഇതെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടല്ല, അല്ലാതെ തന്നെ നമ്മൾ ബ്രിട്ടീഷ് ആർമിയെ നേരിട്ട ഒരു ഇന്ത്യയിൽ നടന്ന ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് പ്ലാസയാണ്. 1757 ആണ് കേട്ടോ, മറന്നു പോകരുത്. ഇനി ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഇൻ ഇന്ത്യ? പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി അതാരാണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വാരൻ ഹാസ്റ്റിങ്സ്, ലോർഡ് കോൺവാലിസ്, ലോർഡ് വെലസ്ലെ, ലോർഡ് ഡാൽഹൗസി. ആരാണ്? കോൺവാലിസ് ആണ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന ഒരു ട്രീറ്റി ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി വിച്ച് ന്യൂസ് പേപ്പർ വാസ് സ്റ്റാർട്ടഡ് ബൈ ബാൽ ഗംഗാധർ തിലക്? നമുക്കറിയാം അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു അപരനാമവും കൂടിയുണ്ട്. അതെന്താണെന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കുകയോ ചെയ്യുക. അപ്പം ന്യൂസ് പേപ്പർ ബാലഗംഗാധർ തിലക് സ്റ്റാർട്ട് ചെയ്ത ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഈ ഓപ്ഷൻസിൽ ദ ഹിന്ദു, ദ കേസരി, അതുപോലെ സ്വദേശമിത്രൻ, പിന്നെ യങ് ഇന്ത്യ. നമുക്ക് എല്ലാവർക്കും അറിയാം കേസരിയാണ് അല്ലേ. കേസരി എന്ന് പറയുന്നതാണ് ബാലഗംഗാധര തിലകിൻ്റെ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. ഇനി ദ സ്ലോഗൻ ഇൻകുലാബ് സിന്ദാബാദ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ എന്നാണ് ചോദ്യം. അപ്പം എ ഭഗത് സിംഗ്, ബി ചന്ദ്രശേഖർ ആസാദ്, സി സുഭാഷ് ചന്ദ്രബോസ്, ഡി മംഗൾ പാണ്ഡെ. ഇപ്പോൾ കുറേ പേര് മംഗൾ പാണ്ഡെയുടെ ആൻസർ എഴുതി കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പം 1-2 കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേനും ഇപ്പം ഇങ്ങനെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കോട്ട് മെയിനായിട്ട് പോപ്പുലറൈസ് ചെയ്തത് ഭഗത് സിംഗ് ആണ്. ഓക്കെ. ഇനി ദ പിറ്റ്സ് ആക്ട് ഓഫ് 1784 എന്തിനാണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എ അബോളിഷ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബി കർബ് ദ പവേഴ്സ് ഓഫ് ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി, സി എസ്റ്റാബ്ലിഷ് എ ഡയറക്റ്റ് ക്രൗൺ റൂൾ, ഡി ഇൻട്രൊഡ്യൂസ് സിവിൽ സർവീസസ്. ഇതിലേതിനായിരുന്നു, എന്തിനു വേണ്ടിയിട്ടായിരുന്നു പിറ്റ്സ് ആക്ട് ഓഫ് 1784 പാസ് ചെയ്തത്? നോക്കാം. കർബ് ദ പവേഴ്സ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പവേഴ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ് ചെയ്തത്. ഇനി ദ ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി ഒക്കേർഡ് ഡ്യൂറിങ് ദ ടെന്യൂർ ഓഫ്, ആരുടെ സമയത്താണ് ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി ഉണ്ടായത്? ഇത് ഒരുപാട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും SSC സംബന്ധിച്ചുള്ള എക്സാംസിനൊക്കെ കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ്. ഇൽബർട്ട് ബിൽ നമ്മളങ്ങനെ പഠിക്കാനൊന്നുമില്ല, പക്ഷേ എന്നാലും നമുക്ക് ചിലപ്പോൾ ചോദിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. അപ്പം 4 ഓപ്ഷൻസ് എന്ന് പറയുന്നത് എ ലോർഡ് റിപ്പോൺ, ബി ലോർഡ് കേഴ്സൺ, സി ലോർഡ് ഡഫറിൻ, ഡി ലോർഡ് കാനിങ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് റിപ്പോൺ ആണ്. ലോർഡ് റിപ്പോണിൻ്റെ കാലഘട്ടത്താണ് ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നത്. ഇനി ഹൂ ഫൗണ്ടഡ് ദ ആര്യ സമാജ് ആരാണ് ഉണ്ടാക്കിയത്? അപ്പം ആരാണ് കൊണ്ടുവന്നത്? അങ്ങനത്തെ ഒരു ഫൗണ്ടേഷൻ ആരാണ് കൊണ്ടുവന്നത്? ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്, ബി ദയാനന്ദ സരസ്വതി, സി സ്വാമി വിവേകാനന്ദ, ഡി ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ബി ദയാനന്ദ സരസ്വതി. അപ്പോൾ രാജാറാം മോഹൻ റോയ് കൊണ്ടുവന്ന സമാജത്തിൻ്റെ പേരെന്താണ്? ബ്രഹ്മസമാജാണ്. ആര്യസമാജ് ദയാനന്ദ സരസ്വതിയാണ്. അതുപോലെ തന്നെ ബ്രഹ്മസമാജ് കൊണ്ടുവന്നത് രാജാറാം മോഹൻ റോയിയാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? സ്വാമി വിവേകാനന്ദയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്നത് ബംഗാൾ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം വേദസമാജ് ആരാണ് കൊണ്ടുവന്നത്, ആരായിരിക്കും കൊണ്ടുവന്നതെന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഹിന്ദു സമാജ്, മദൻ മോഹൻ മാളവ്യയാണ് ഹിന്ദു സമാജ് കൊണ്ടുവന്നത്. അപ്പോൾ വേദസമാജ് ആരാണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. ഇതുപോലെ കുറേ സമാജംസ് ഉണ്ട്, കേരളത്തിലും ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒട്ടനവധി സമാജംസ് ഉണ്ട്. വേദസമാജംസ് കൊണ്ടുവന്നതിൽ
നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ബംഗാളിയും ഉണ്ട്, അതുപോലെ തന്നെ ഒരു നായിഡുവും ഉണ്ട്. അപ്പം അതാരാണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. അപ്പം ഈ ഇന്ത്യയിലൊക്കെ ഉള്ള ഒരുപാട് ഫൗണ്ടേഷൻസ്, അതായത് ഈ പറഞ്ഞ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഈ ഇൻഡിപെൻഡൻസിൻ്റെ ആ ഒരു വെർജിൽ നിൽക്കുന്ന ആ ഒരു ടൈമിൽ ഒരുപാട് റീഫോർമേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫൗണ്ടേഴ്സ് ആരാണ് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ആര്യ സമാജ് കൊണ്ടുവന്ന ആരാണ്? ദയാനന്ദ സരസ്വതി. ഇനി അടുത്തൊരു ചോദ്യം, ദ സ്ലോഗൻ ലിബർട്ടി ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഓക്കെ, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് എന്താണ്? സാഹോദര്യമാണ്. ഇതെന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ചോദ്യം. എ അമേരിക്കൻ റവല്യൂഷൻ, ബി റഷ്യൻ റവല്യൂഷൻ, സി ഫ്രഞ്ച് റവല്യൂഷൻ, ഡി ചൈനീസ് റവല്യൂഷൻ. എല്ലാവരും ആൻസർ ചെയ്യാൻ സാധ്യത എന്ന് പറയുന്നത് അമേരിക്കൻ റവല്യൂഷനാണ്, പക്ഷേ ആൻസർ ഫ്രഞ്ച് റവല്യൂഷൻ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ റഷ്യൻ റവല്യൂഷനുമായിട്ടും ഒരു ബന്ധമുണ്ട്. ബ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നം. അതും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഒരു സ്ലോഗനും ഈ റഷ്യൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ്. അത് ഏതാണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ പ്രൊട്ടലറിയേറ്റ് റവല്യൂഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് കൺട്രി? വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. എ ഫ്രാൻസ്, ബി റഷ്യ, സി ചൈന, ഡി ഇംഗ്ലണ്ട്. എന്തായിരിക്കും? റഷ്യ. പ്രൊട്ടലട്ടറേറ്റ് എന്ന് പറയുന്നത് റഷ്യയുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഇനി ലോങ് മാർച്ച് വാസ് ലെഡ് ബൈ എല്ലാം ചൈനക്കാരുടെ പേരാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാർച്ച് എന്ത് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇങ്ങനെ തന്നെ ഓപ്ഷൻസ് കൊണ്ടുവരണം എന്നില്ല കേട്ടോ. ചിലപ്പം മിക്സ് ചെയ്ത് ഇംഗ്ലീഷുകാരുടെ പേരുമൊക്കെ അതിൽ, അല്ലെങ്കിൽ അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുടെ പേരൊക്കെ ഓപ്ഷണലായിട്ട് ചോദിക്കാം. പക്ഷേ എന്നാലും ഇതിലിപ്പോൾ ചോദിച്ചിരിക്കുന്നത് ചൈനീസ് ഓപ്ഷൻസാണ്. അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പമായിട്ട് നമുക്ക് ഇതിനൊരു ആൻസർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും അല്ലേ. ഇപ്പം എ സുൻ യാൻ സെൻ, ബി മാവോ സെഡോങ്, സി ഷിയാങ് കൈ ഷേക്ക്, ഡി ഷോ എൻലൈ. ഇത്രയും പേരുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം ആരാണ്? മാവോ സെഡോങ് ആണ്. ലോങ് മാർച്ച് എന്ന് പറയുന്നത് നയിച്ചത് മാവോ സെഡോങ് ആണ്. ഇത് ചൈനീസ് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഒരു ഒരു മൂവ്മെൻറ്റാണ്. നമ്മൾ ദണ്ഡി മാർച്ചൊക്കെ പറയുന്ന പോലെ ലോങ് മാർച്ച്. ഇനി ദ അറ്റ്ലാന്റിക് ചാർട്ടർ, ഇയർ ഒരിക്കലും മറക്കരുത്, വളരെ പ്രധാനപ്പെട്ട ഒരു ചാർട്ടറാണ്, ഒരു ട്രീറ്റിയാണ്. ഓക്കെ, ഒരു ഉടമ്പടിയാണ്. അറ്റ്ലാന്റിക് ചാർട്ടർ 1941 വാസ് സൈൻഡ് ബൈ ആരൊക്കെ തമ്മിലാണെന്ന് നോക്കാം. ചർച്ചിലും സ്റ്റാലിനും. ഓക്കെ, ചർച്ചിൽ ആൻഡ് സ്റ്റാലിൻ, റൂസ്വെൽറ്റ് ആൻഡ് ചർച്ചിൽ, ഹിറ്റ്ലർ ആൻഡ് മുസോളിനി, റൂസ്വെൽറ്റ് ആൻഡ് സ്റ്റാലിൻ. ഇത് നമുക്ക് ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് അറ്റ്ലാന്റിക് എന്ന് പറയുമ്പോൾ തന്നെ അത് റിലേറ്റഡ് ടു ബ്രിട്ടൻ, സംതിങ് റിലേറ്റഡ് ടു ബ്രിട്ടൻ അല്ലെങ്കിൽ അമേരിക്ക ഒക്കെ ആയിരിക്കും അല്ലേ. അങ്ങനത്തെ ഒരു ബന്ധമുള്ളൊരിതാണ്. അപ്പം ഇതിൽ നമ്മുടെ സ്റ്റാലിനും അതുപോലെ തന്നെ മുസോളിനിയും ഒന്നും വരേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പം ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? റൂസ്വെൽറ്റ് ആൻഡ് ചർച്ചിലായിരിക്കും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ മെയിൻ ഓർഗൻ ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് വിച്ച് റിസോൾവ്സ് ഡിസ്പ്യൂട്ട്സ്. അതായത് നമുക്കറിയാം ലോകത്തിൽ പല തരത്തിലുള്ള ക്രമസമാധാന പ്രാക്ടീസുകളുണ്ട് അല്ലേ. ഇപ്പോൾ ടെററിസം, അതുപോലെ തന്നെ കറപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്രൈം റിലേറ്റഡ് ആയിട്ട്, അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റുകൾ, ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ നമ്മുടെ ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ യുണൈറ്റഡ് നേഷൻസ് ഇടപെടാറുണ്ട്. യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് എന്താണ്? ടു എസ്റ്റാബ്ലിഷ് പീസാണ്. ഓക്കെ, അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് എന്തിനാണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പീസ് കൊണ്ടുവരിക, ലോകത്ത് പീസ് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കോൺഫ്ലിക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കുക. ഇതൊക്കെയാണ് ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്സ് വരുമ്പോൾ ഏത് ഓർഗനാണ്? യുണൈറ്റഡ് നേഷൻസിൽ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പോൾ യുനെസ്കോ, അതുപോലെ തന്നെ യൂണിസെഫ്, ഇതെല്ലാം ഈ UNOയുടെ തന്നെ വരുന്ന മെയിൻ ഓർഗൻസാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ, അതുപോലെ തന്നെ WHO, ഇതിൽ നിന്ന് ഏത് ഓർഗനാണ് കോൺഫ്ലിക്റ്റുകൾ റെസൊല്യൂഷൻ സംഭവിക്കുമ്പോൾ, അതായത് കോൺഫ്ലിക്റ്റുകൾ
മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത് ഏതാണെന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. നമ്മൾ ചാടിക്കയറി നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ജനറൽ അസംബ്ലി എന്ന് വേണമെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ഒരു ആൻസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ട്രസ്റ്റിഷിപ്പ് കൗൺസിലും ചില സമയത്ത് ആൻസറായിട്ട് പരിഗണിക്കാറുണ്ട്. അതായത് ഇപ്പം രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലൊരു കരാർ വരുമല്ലോ, അതായത് ഏകദേശം ഒരു ജോയിൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റ് വരുമല്ലോ. അപ്പോൾ അതിന് നമ്മൾ ട്രസ്റ്റിഷിപ്പ് കൗൺസിലും ചില സമയത്ത് ഈ പറയുന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ കോൺഫ്ലിക്ട്സിന് ഒരു പരിഹാരമായിട്ട് കാണാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇവിടെ ആൻസർ വരുന്നത് സെക്യൂരിറ്റി കൗൺസിൽ എന്നാണ്. സെക്യൂരിറ്റി കൗൺസിൽ ഉണ്ടെങ്കിൽ സെക്യൂരിറ്റി കൗൺസിൽ തന്നെയാണ് അതിൻ്റെ ഉത്തരമായിട്ട് രേഖപ്പെടുത്തേണ്ടത്. ഇനി വിച്ച് ഓർഗനൈസേഷൻ ഈസ് നോൺ ആസ് ദ വേൾഡ് ബാങ്ക്? വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? അപ്പം ഇവിടെ IMF, അതുപോലെ തന്നെ IBRD, അതുപോലെ WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, UNDP. ഓക്കെ, ഇതിലേതാണ് വേൾഡ് ബാങ്ക് എന്ന് നമ്മൾ പറയുന്നത്? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലേ, വേൾഡ് ബാങ്കിൽ നിന്ന് കടമെടുത്തു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം IBRD ആണ്. ബേർഡ് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, ബേർഡ് BIRD പോലെ കണ്ടോ, ബേർഡ് എന്ന് IBRD എന്ന് പറയുമ്പോഴത്തേനും ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേൾഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പെട്ടെന്നൊരു രാജ്യത്ത് ഒരു വലിയൊരു ഡിസാസ്റ്റർ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഒരു വലിയൊരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി, ആ രാജ്യം എന്താ പറയുക അത്ര ഡെവലപ്പിംഗ് ആയിട്ടുള്ളൊരു രാജ്യമല്ല, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റേതായിട്ടുള്ള ചില വൾണറബിലിറ്റീസ് ഉണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ മുന്നോട്ടൊരു വലിയൊരു ശക്തി വരുമ്പോൾ ആ ഒരു രാജ്യത്തിന് പ്രതിരോധിച്ച് നിൽക്കാനായിട്ടുള്ള ശേഷി ഇല്ലാതിരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും മറ്റ് രാഷ്ട്രങ്ങളുടെ ഹെൽപ്പ് ചോദിക്കും അല്ലേ. അതുപോലെ തന്നെ അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ വേൾഡ് ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നത്. യൂഷ്വലി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണിത്. അപ്പം എന്താണ് ഈ വേൾഡ് ബാങ്ക്? ആ വേൾഡ് ബാങ്കിനൊരു ഒഫീഷ്യൽ പേരുണ്ട്, അതാണ് ഈ IBRD എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദ ട്രീറ്റി ദാറ്റ് എൻഡഡ് പോർച്ചുഗീസ് സുപ്രീമസി ഇൻ കേരള. പോർച്ചുഗീസ് ഭരണം കേരളത്തിൽ നിർത്തിയത് ഏത് ട്രീറ്റിയാണ്, ഏത് ഉടമ്പടി പ്രകാരമാണെന്ന്? ട്രീറ്റി ഓഫ് സാൽബായ്, ട്രീറ്റി ഓഫ് മംഗളൂർ, ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം, ട്രീറ്റി ഓഫ് വെർസൈൽസ്. ഏതാണ്? ട്രീറ്റി ഓഫ് മംഗളൂർ. ഇനി ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഓക്കെ, SNDP യോഗത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരും തെറ്റിക്കുന്നൊരു ചോദ്യമാണ്. നമ്മൾ നേരെ തിരുവനന്തപുരം എഴുതും, കാര്യം വർക്കല ശിവഗിരി, അവരുടെ വർക്കല തീർത്ഥാടനമൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ കൂടെ വരുമ്പോൾ നമ്മൾ ഉടനെ തിരുവനന്തപുരമായിരിക്കും ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഉത്തരം കൊല്ലമാണ് കേട്ടോ. ഇനി ശ്രീചിത്ര തിരുനാൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഇമ്പോർട്ടൻറ്റ് റിഫോം ഇൻ ട്രാവൻകൂർ? ശ്രീചിത്ര തിരുനാൾ ഏത് ഒരു സോഷ്യൽ റിഫോർമേഷൻ ആക്റ്റുമായിട്ടാണ്, തിരുവിതാംകൂറിൽ നടന്ന റിഫോർമേഷൻ ആക്റ്റിൽ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ അതിൽ ഓപ്ഷൻ A ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ക്ഷേത്രപ്രവേശന വിളംബരം, അല്ലെങ്കിൽ അബോലിഷൻ ഓഫ് സ്ലേവറി, അടിമത്തത്തിൻ്റെ വിച്ഛേദം, അതാണോ? ലാൻഡ് റിഫോംസ്, ഭൂ പ്രശ്ന ഉടമ്പടിയാണോ? അബോലിഷൻ ഓഫ് അൺടച്ചബിൾ, തൊട്ടുകൂടായ്മ, അതൊക്കെ നിർത്തിയതാണോ? ഏതാണ് ശ്രീചിത്ര തിരുനാളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനാണ്, ക്ഷേത്ര പ്രവേശന വിളംബരം. ഇനി വന്ദേ മാതരം വാസ് ഫസ്റ്റ് സങ് അറ്റ് ദ സെഷൻ ഓഫ് INC ഇൻ്റർനാഷണൽ കോൺഗ്രസ് ഹെൽഡ് ഇൻ എവിടെയാണ്? അപ്പോൾ ഇതിൽ നമുക്ക് സാധാരണഗതിയിൽ ഈ ഒരു ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അല്ലേ. ആദ്യമേ തന്നെ ഈ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ലാഹോർ ഉള്ളത് കൊണ്ട് നമ്മൾ ലാഹോർ തന്നെയാണ് പറയും. ലാഹോറാണ് അതിൻ്റെ കറക്റ്റായ ഉത്തരം. പക്ഷേ കൽക്കട്ടയാണ് ശരിക്കുള്ള ഉത്തരം. അപ്പോൾ ലാഹോറിൽ വെച്ച് നടന്ന INC കോൺഫറൻസിലും ഈ വന്ദേ മാതരം പറയണ്ടായി. അതുപോലെ തന്നെ ലാഹോർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം, അതായത് ഈ INCയുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫ്രീഡം മൂവ്മെൻറ്റുമായിട്ടും വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ലാഹോർ എന്ന് പറയുന്നത്. അപ്പോൾ ലാഹോർ ഒരു ഓപ്ഷനിൽ കാണുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ലാഹോർ തന്നെ നമ്മൾ ചൂസ് ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇപ്പോൾ എനിക്ക് പറ്റിയതുപോലെ ഞാനും പെട്ടെന്ന് ലാഹോർ എന്നാണ് കണ്ടപ്പോൾ പറഞ്ഞത്. പക്ഷേ ശരിക്കും ഇത് ആദ്യമായിട്ട് പാടിയത് എവിടെയാണ്? കൽക്കട്ടയിലാണ്. കൽക്കട്ടയിലെ 1896 ഈ ഒരു വന്ദേമാതരം ആദ്യമായി പാടുന്നത്. അത് ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ കോൺഫറൻസ് അല്ലെങ്കിൽ സെഷനിൽ വെച്ചിട്ടാണിത് പാടുന്നത്. ഓക്കെ, ഇനി ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്നത് നമുക്കറിയാം കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം നോക്കുക,
ഫസ്റ്റ് സെഗ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറേ റീഫോമേഴ്സ് അതുപോലെ തന്നെ നമുക്ക് ഹിസ്റ്ററിയുമായിട്ട് റിലവൻ്റ് ആയിട്ടുള്ള ആളുകളുടെ പേരുകളാണ് അല്ലേ കൊടുത്തിരിക്കുന്നത്. തൊട്ടപ്പുറത്തെ സൈഡിലോ അവരെന്താണ് ചെയ്തത് എന്നത് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ മാർത്താണ്ഡവർമ്മയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന എന്താണ്? ഫൗണ്ടർ ഓഫ് മോഡേൺ ട്രാവൻകൂർ. ശരിയാണോ? ശരിയാണ് അല്ലേ? അപ്പോൾ അത് ശരിയാണ്. ഇനി വേലുത്തമ്പി ദളവ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ കുണ്ടറ വിളംബരത്തിൻ്റെ ആളാണ്. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് വൺ കാസ്റ്റ് വൺ റിലീജിയൻ ഫോർ മാൻ അല്ലെങ്കിൽ ഫോർ ഹ്യൂമൻ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ അതും ശരിയാണ്. അദ്ദേഹം പറഞ്ഞതും ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ നേരെ വന്നിരിക്കുന്നതും ശരിയാണ്. കെ കേളപ്പൻ നമ്മൾ നേരത്തെ പറഞ്ഞു, വൈക്കം സത്യാഗ്രഹയുടെ മെയിൻ ലീഡർ അല്ലെങ്കിൽ മെയിൻ മെയിൻ പ്രൊപ്പൗണ്ടർ എന്ന് പറയുന്നത് കെ കേളപ്പനാണ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടാണ് ഈ ഓർഡർ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷനിൽ നിന്ന് കറക്റ്റായിട്ട് ഏത് വരും? ഫസ്റ്റ് വൺ വരും കേട്ടോ. 1 A തന്നെയാണ്, 2 B തന്നെയാണ്, 3 C തന്നെയാണ്, 4 D തന്നെയാണ്. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം. ഇപ്പം UPSC ലെവലിലൊക്കെ പലതരത്തിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മാച്ച് ദ ഫോളോയിങ് വരാറുണ്ട്. നെറ്റിലൊക്കെ നമ്മൾ സാധാരണ കാണുന്ന ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ സംഭവിക്കാറുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. In which year was the first round table conference held? ആദ്യത്തെ വട്ടമേശ സമ്മേളനം ഏത് കൊല്ലമായിരുന്നു? 1928, 1930, 1931, 32. ഏതായിരിക്കും? 1930 ആദ്യത്തെ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നത്. ഇനി ഹൂ പ്രിസൈഡഡ് ഓവർ ദ ഹിസ്റ്റോറിക് ലാഹോർ സെഷൻ ഓഫ് കോൺഗ്രസ് ഇൻ 1920? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലാഹോർ സെഷൻ എന്ന് പറയുന്നത് വളരെയധികം ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ്. അപ്പോൾ അവിടെ ആരായിരുന്നു ആ ഒരു സെഷൻ ലീഡ് ചെയ്തത്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ദ ഡോക്ട്രിൻ ഓഫ് പാസീവ് റെസിസ്റ്റൻസ് അധികം കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് അല്ലേ? അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ 1-2 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ദ ഡോക്ട്രിൻ ഓഫ് പാസീവ് റെസിസ്റ്റൻസ് വാസ് പ്രൊപ്പഗേറ്റഡ് ബൈ A. Aurobindo Ghosh, B. Bal Gangadhar Tilak, C. Mahatma Gandhi and D. Gopal Krishna Gokhale. അരബിന്ദോ ഘോഷിൻ്റെ അതായത് അരബിന്ദോ ഘോഷ് എന്ന് പറയുന്നത് ഒരു ഫിലോസഫറാണ്. അദ്ദേഹം ബംഗാളിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആശ്രമം കൺസ്ട്രക്ട് ചെയ്തത് പോണ്ടിച്ചേരിയിലായിരുന്നു. പോണ്ടിച്ചേരിയിൽ വന്നിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു ഫിലോസഫി, അതുപോലെ തന്നെ ഇൻ്റഗ്രൽ യോഗ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അത് ഒരുപാട് പ്രൊപ്പഗേറ്റ് ചെയ്തത് അരബിന്ദോ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വേറൊരു കോൺട്രിബ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻ്റഗ്രൽ യോഗയാണ്. ഫിലോസഫിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഇൻ്റഗ്രൽ യോഗ എന്ന് പറയുന്നത്. ഇനി വിച്ച് ഗവർണർ ജനറൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസസ് അതുപോലെ തന്നെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസസ്, ഇതിൻ്റെയൊക്കെ ഫാദറായിട്ടും ഇദ്ദേഹത്തെ പറയാറുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ലോർഡ് ഡാൽഹൗസി, ലോർഡ് കോൺവാലിസ്, ലോർഡ് വെലസ്ലെ, ലോർഡ് കാനിങ്. നേരത്തെ വന്ന അതേ ഓപ്ഷൻസ് തന്നെയാണ്. ഇപ്പോൾ കോൺവാലിസ് ആണ് ഇന്ത്യൻ സിവിൽ സർവീസസിൻ്റെ ഫാദർ, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യനാണ്. അപ്പം അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് കൂടുതലും നമ്മൾ ഈ UPSC ലെവൽ അതുപോലെ തന്നെ നെറ്റിൻ്റെ ഒക്കെ
മോഡൽസിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പം PSCയിൽ 1-2 പ്രിലിംസിലും അതുപോലെ തന്നെ KSലൊക്കെ നമുക്കിപ്പോൾ ഈ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എന്നിരുന്നാലും ഇതെന്താണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ, അസേർഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആശയത്തിനെയാണ് നമ്മൾ അസേർഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ആ ഒരു ആശയത്തിന് കാരണമായതിനെയാണ് നമ്മൾ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പം അസേർഷൻ എന്ന് പറയുമ്പോൾ ദ അമേരിക്കൻ റെവല്യൂഷൻ പോപ്പുലറൈസ് ദ കോൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കനിസം. റിപ്പബ്ലിക് ആകണം, നമ്മുടെ ഇപ്പം അമേരിക്കൻ ഫ്രീഡം മൂവ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യം എന്തായിരുന്നു, രാജ്യത്തിന് ഒരു റിപ്പബ്ലിക് സ്റ്റേറ്റസ് കൊണ്ടുവരണം എന്നായിരുന്നു. പക്ഷെ അതിൻ്റെ കാരണം ദ കോളനീസ് ഒപ്പോസ്ഡ് ഹെറിഡിറ്ററി മൊണാർക്കി ആൻഡ് അരിസ്റ്റോക്രസി. അതായിരുന്നു അവിടെ രാജഭരണത്തിൻ്റെ ഒരു അതിപ്രസരം ഉണ്ടായിരുന്നോ? അത് നമ്മൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പം എന്തായാലും അമേരിക്കയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊണാർക്കി അതുപോലെ തന്നെ അരിസ്റ്റോക്രസി അവിടെ ബ്രിട്ടീഷ് രാജവാഴ്ച ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു അല്ലേ, കോളനീസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ 50 കോളനീസാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആ ഫ്ലാഗിൽ 50 സ്റ്റാർസ് കാണുന്നത്, അമേരിക്കയുടെ ഫ്ലാഗിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതേ കോളനീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം, അതായത് കോളനീസ് ഒപ്പോസ് ചെയ്തത് കൊണ്ടാണ് ഈ അമേരിക്കൻ റവല്യൂഷൻ റിപ്പബ്ലിക്ക് വേണം എന്ന് പറഞ്ഞെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടും ഏകദേശം ശരിയാണ് അല്ലേ, രണ്ടും ശരിയാണ്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ഒരു എക്സ്പ്ലനേഷനായിട്ട് എയ്ക്ക് വരുന്നില്ല. അതായത് അമേരിക്കൻ റവല്യൂഷൻ റിപ്പബ്ലിക്കനിസം വേണമെന്ന് പറഞ്ഞത് അതിൻ്റെ റീസണായിട്ട് ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഹെറിഡിറ്ററി മൊണാർക്കിയും അരിസ്റ്റോക്രസി മാത്രമല്ലായിരുന്നു, അവർക്ക് ഇക്വാലിറ്റി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ശരിക്കും രണ്ടും ശരിയാണ്, എയും ആറും ശരിയാണ്. പക്ഷേ എയുടെ എക്സ്പ്ലനേഷനായിട്ട് നമുക്ക് ഈ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് പറയാൻ പറ്റില്ല, ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കാം, നോക്കിക്കേ. ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ was a key document associated with English Revolution, American War of Independence, French Revolution, Russian Revolution. ഏതായിരിക്കും? ഫ്രഞ്ച് റവല്യൂഷനാണ്. ഇവിടെ പലരും പല രീതിയിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ എന്ന് പറയുമ്പോൾ തന്നെ ഫ്രഞ്ച് റവല്യൂഷനാണ് നമ്മൾ ഓർക്കേണ്ടത്. പല ആളുകളും അമേരിക്കൻ റവല്യൂഷൻ എന്ന് പറയുന്നത്, പക്ഷേ ഒരിക്കലും അല്ല, അത് ഫ്രഞ്ച് റവല്യൂഷൻ്റെ കീ ഡോക്യുമെൻ്റാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Who among the following was not involved? ഇവിടെ ഞാൻ നോട്ട് ഹൈലൈറ്റ് ചെയ്ത് ക്യാപ്സിൽ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ നോട്ടൊക്കെ സാധാരണ രീതിയിലായിരിക്കും. നോട്ട്, ഡസ് നോട്ട്, എക്സെപ്റ്റ്, ഡു നോട്ട്, പിന്നെ ഡിഡ് നോട്ട്, അതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഈ നോട്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം നമ്മളതിൽ ഉത്തരം ചെയ്യാൻ. അപ്പം ജോർജ് വാഷിങ്ടൺ ഒരു ഓപ്ഷനാണ്, തോമസ് ജെഫേഴ്സൺ, കിങ് ലൂയി 16 ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഇതിൽ നമുക്കറിയാം വാഷിങ്ടൺ ഒബ്വിയസ്ലി അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ്. തോമസ് ജെഫേഴ്സൺ ആണ് ഈ ഒരു അമേരിക്കൻ ഇൻഡിപെൻഡൻസ് ഡിക്ലറേഷൻ റിപ്പോർട്ട് ചെയ്തത്, എഴുതിയ ആളെന്ന് പറയുന്നത് തോമസ് ജെഫേഴ്സൺ ആണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ആദ്യത്തെ എയും ബിയും അല്ല. പിന്നെ അതുപോലെ തന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും അമേരിക്കൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ തന്നെയാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് അദ്ദേഹത്തിനെയും മാറ്റുവാൻ പറ്റില്ല. അപ്പം തീർച്ചയായിട്ടും കിങ് ലൂയി 16 ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ദ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്, മുന്നോട്ട്. ദ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു ക്യാമ്പയിനാണ്. അതായത് മുന്നോട്ട് കുതിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒരു പ്രോസ്പെറിറ്റി അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ്, ഇതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നതിനെയാണ് നമ്മൾ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന്, പുരോഗമന മുന്നേറ്റം എന്നാണ് അതിനെ പറയുന്നത്. ഇതാരുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എ ലെനിൻ, ബി സ്റ്റാലിൻ, സി മാവോ സെഡോങ്, ഡി സുൻ യാറ്റ്സൺ. ഇതിൽ 2 ചൈനക്കാർ വന്നിട്ടുണ്ട് അല്ലേ, 2 ചൈനക്കാരും 2 റഷ്യക്കാരും വന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ആൻസർ? ഈ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് ഓർമ്മ വരേണ്ടത് മാവോ സെഡോങ്ങിനെയാണ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ചൈനീസ് റവല്യൂഷന് വേണ്ടി അകമറ്റ കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് മാവോ സെഡോങ് ആണ്. ഇനി അടുത്തൊരു ചോദ്യം, കോൾഡ് വാർ
the term Cold War? Who was coined the term Cold War? Cold War നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. USSRും US തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു സൗന്ദര്യ പണക്കത്തിന് അതിനെ നമുക്ക് എന്താ പറയുക, കോൾഡ് വാർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ കോൾഡ് വാർ എന്ന് പറയുന്ന ഈ ടേം ആരാണ് കൊണ്ടുവന്നത്? എ ഹാരി ട്രൂമാൻ, ബി വിൻസ്റ്റൺ ചർച്ചിൽ, സി ബെർനാഡ് ബാറൂഷ്, ഡി ജോസഫ് സ്റ്റാലിൻ. ആൻസർ ബെർനാഡ് ബാറൂഷ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ് ഈസ് നോട്ട് എ UN സ്പെഷ്യലൈസ്ഡ് ഏജൻസി? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേൾഡ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞ പോലെ ഈ UN സ്പെഷ്യലൈസ്ഡ് ഏജൻസി അല്ലാത്തത് ഈ ഗ്രൂപ്പിൽ ഏതാണ്? യുനെസ്കോ നമുക്ക് എല്ലാവർക്കും അറിയാം. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് കൾച്ചറൽ ഓർഗനൈസേഷനാണ് യുനെസ്കോ. തീർച്ചയായിട്ടും അത് UN-ൻ്റെ ഭാഗമാണ്. IMF എന്തായിരുന്നു? ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലേ, അപ്പോൾ അതും UN-ൻ്റെ ഭാഗം തന്നെയാണ്. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, മറ്റത് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇതിൽ WTO ആണ് ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി അല്ലാത്തത്. UN-ൻ്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസി അല്ലാത്തത് WTO ആണ്. ഓക്കെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ്. ഇനി അടുത്തത് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ICJ എവിടെയാണ്? ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് 4 ഓപ്ഷൻസ് ഉണ്ട്. ജനീവ, ബി പാരീസ്, ഡി ദ ഹേഗ്, ഡി ന്യൂയോർക്ക്. ഏതായിരിക്കും? ജനീവ എന്ന് പറയുന്നത് ഒരുപാട് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൻ്റെ തലസ്ഥാനം, ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റിയാണ് അല്ലേ. അതുപോലെ തന്നെയാണ് ന്യൂയോർക്കും. എന്നാൽ ഹേഗ് നെതർലാൻഡ്സിലെ ഹേഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. ഇനി ദ ഇന്ത്യൻ ലീഡർ നോൺ ആസ് ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ നേതാവിനെ, ഇന്ത്യൻ നേതാവിനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: എ ബാലഗംഗാധർ തിലക്, ബി ദാദാഭായ് നവറോജി, സി ഗോപാൽ കൃഷ്ണ ഗോഖലെ, ഡി ലാലാ ലജ്പത് റായ്. ആരായിരിക്കും? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി ദ അയൺ കർട്ടൻ, നല്ലൊരു ടേം അല്ലേ. ദി അയൺ കർട്ടൻ റെഫേർഡ് ടു ദ ബൗണ്ടറി സെപ്പറേറ്റിംഗ്. 4 ഓപ്ഷൻസ് തന്നിരിക്കുന്നു. USA, USSR, ബി വെസ്റ്റേൺ യൂറോപ്പ് ആൻഡ് ഈസ്റ്റേൺ യൂറോപ്പ്, സി നോർത്ത് അമേരിക്ക ആൻഡ് സൗത്ത് അമേരിക്ക, ഡി ഏഷ്യ ആൻഡ് യൂറോപ്പ്. ഇതും ഒരുപാട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അയൺ കർട്ടൻ എന്ന് പറയുമ്പോൾ ഇരുമ്പ് തിരശീല അല്ലേ, ഇരുമ്പ് ശീല എവിടെയാണ്, ആരൊക്കെ തമ്മിലാണ്? എന്തായാലും USA-യും USSR-ഉം തമ്മിലല്ല. അതുപോലെ തന്നെ അത് USA-USSR അങ്ങും ഇങ്ങും കിടക്കുന്ന സ്ഥലങ്ങളല്ലേ, അപ്പോൾ ഒരിക്കലും അതല്ല. വെസ്റ്റേൺ യൂറോപ്പും ഈസ്റ്റേൺ യൂറോപ്പും ആണ്. കാര്യം എന്താണ്? അത് രണ്ടും യൂറോപ്പിലെ തന്നെ രണ്ട് ഭാഗങ്ങളാണ്. അപ്പം വെസ്റ്റേൺ യൂറോപ്പും ഈസ്റ്റേൺ യൂറോപ്പിനെ തമ്മിൽ വിച്ഛേദിക്കുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറിയാണ് നമ്മൾ അയൺ കർട്ടൻ എന്ന് വിളിക്കുന്നത്. വീണ്ടും ഒരു അസേർഷൻ റീസെൻറ്റ് ക്വസ്റ്റ്യനാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് റഷ്യൻ റെവല്യൂഷൻ ഓഫ് 1917 എൻഡഡ് മൊണാർക്കി ഇൻ റഷ്യ. റീസൺ: ബോൾഷേവിസ് സപ്പോർട്ടഡ് സാർ നിക്കോളാസ് സെക്കൻഡ്. ഓക്കെ, ഇവിടെ റഷ്യൻ റെവല്യൂഷൻ 1970 മൊണാർക്കി എൻഡ് ചെയ്തു, റഷ്യയിൽ മൊണാർക്കി എൻഡ് ചെയ്തു. ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. ബോൾഷേവിസ് സപ്പോർട്ടഡ് സാർ നിക്കോളാസ്. അവിടുത്തെ രാജവംശത്തിൽപ്പെട്ട ആളാണ് സാർ. എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയൊക്കെ കിങ്, ഡ്യൂക്ക് എന്നൊക്കെ പറയുന്ന പോലെയാണ് റഷ്യയിൽ സാർ എന്ന് പറയുന്നത്. ഓക്കെ, സാർ ടി സൈലൻ്റ് ആണ്. സാർ നിക്കോളാസ് സെക്കൻഡ്. ഒരിക്കലും അല്ലേ, ബോൾഷേവിസ് എന്ന് പറഞ്ഞ പാർട്ടി തന്നെ ആരുടെയാണ്? ലെനിൻ്റെയാണ്. അപ്പോൾ ഒരിക്കലും ലെനിൻ എന്ത് ചെയ്തിരുന്നില്ല? രാജവംശങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ സാർ നിക്കോളാസിനെ ഒരിക്കലും ഇദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ആൻസർ എന്താണ്? എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ്. ഇനി ദ പെർമനൻറ്റ് കോർട്ട് ഓഫ് ഇൻ്റർനാഷണൽ ജസ്റ്റിസ് വാസ് റീപ്ലേസ്ഡ് ബൈ. പെർമനൻറ്റ് കോർട്ട് ഓഫ് ഇൻ്റർനാഷണൽ ജസ്റ്റിസ് വാസ് റീപ്ലേസ്ഡ് ബൈ ആരൊക്കെയാണ്? എ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ബി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, സി ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കോർട്ട്, ഡി നൺ ഓഫ് ദി എബവ്. നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചതേ ഉള്ളൂ. എന്താണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്? നെതർലാൻഡ്സിലെ ഹേഗിലാണ് അതിൻ്റെ തലസ്ഥാനം. അതിനെ എന്താ പറയുന്നത്? ആദ്യം വിളിച്ചുകൊണ്ടിരുന്ന പേരെന്താണ്? പെർമനൻറ്റ് കോർട്ട് ഓഫ് ഇൻ്റർനാഷണൽ ജസ്റ്റിസ് എന്നാണ്. അത് മാറിയാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്നൊരു പേര് അതിന് കൊടുത്തത്.
ഇനി ദ ട്രീറ്റി ഓഫ് വെർസെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റിയാണ്. ട്രീറ്റി ഓഫ് വെർസെയിൽസ് വാസ് സൈൻഡ് ആഫ്റ്റർ 1919. വർഷം നോക്കുക. അപ്പോൾ എന്തിൻ്റെ അവസാനത്തിലായിരിക്കും ഈ ഒരു ട്രീറ്റി സൈൻ ചെയ്യപ്പെട്ടത്? വേൾഡ് വാർ ഫസ്റ്റ്, വേൾഡ് വാർ സെക്കൻഡ്, നെപ്പോളിയോണിക് വാർ, ക്രിമേനിയൻ വാർ. എന്തായിരിക്കും? വേൾഡ് വാർ ഫസ്റ്റ് തന്നെയാണ് അല്ലേ? നമുക്കതിൻ്റെ ഇയർ കാണുമ്പോൾ തന്നെ ആ ഒരു ആൻസർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി വിച്ച് റവല്യൂഷൻ ഈസ് കോൾഡ് ദ ഫസ്റ്റ് മോഡേൺ റവല്യൂഷൻ? മോഡേൺ റവല്യൂഷൻ, ഫസ്റ്റ് മോഡേൺ റവല്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ്? എ ഫ്രഞ്ച് റവല്യൂഷൻ, ബി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, സി റഷ്യൻ റവല്യൂഷൻ, ഡി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഏതായിരിക്കും? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെയാണ് നമ്മൾ ആദ്യത്തെ, അതായത് മോഡേൺ റവല്യൂഷൻ്റെ ഫസ്റ്റ് മോഡേൺ റവല്യൂഷൻ എന്ന് പറയുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. അടുത്തൊരു ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. ഓപ്പറേഷൻ പോളോ was related to A. annexation of Goa, integration of Pondicherry, C. Indo-Pak War of 1947, merger of Hyderabad with India. അപ്പോൾ ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്നത് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു? നിസ്സംശയം നമുക്കതിനെ മെർജർ ഓഫ് ഹൈദരാബാദ് വിത്ത് ഇന്ത്യ എന്ന് തന്നെ പറയാം. കാര്യം ഈ പറഞ്ഞ പോലെ നമുക്കറിയാമല്ലോ, ഇപ്പം നമുക്ക് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷവും ഹൈദരാബാദ് ഒരു പ്രിൻസലി സ്റ്റേറ്റായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. അതായത് അവിടുത്തെ ഒരു പ്രത്യേക രാജ്യം പോലെ അവിടുത്തെ ആളുകൾക്ക് ഒരു പ്രത്യേക നിയമവ്യവസ്ഥയൊക്കെ പോലെ അങ്ങനെ ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡോ പാക് വിഭജനത്തിൻ്റെ ആ ഒരു ടൈമിൽ ഇപ്പോൾ ശരിക്കും ഇപ്പോൾ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനുമാണിത്. അതായത് ഇപ്പം കാശ്മീരിൽ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക നിയമം, അല്ലെങ്കിൽ കാശ്മീരിൽ എന്തുകൊണ്ടായിരുന്നു ഇത്രയും നാളും ഒരു പ്രത്യേക ആളൊക്കെ ഉണ്ടായിരുന്നത്? അതായത് ഒമർ അബ്ദുള്ള ആയിരുന്നല്ലോ കുറേ നാൾ കശ്മീർ ഭരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു കശ്മീരിനൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ഈ പറയുന്ന നമ്മുടെ ഹൈദരാബാദിനും ഒരു പ്രത്യേക നിയമവും പ്രത്യേക ഒരു പ്രിൻസിലി സ്റ്റേറ്റൊക്കെ ആയിട്ടായിരുന്നു കുറേ നാളതിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതായത് ഈ വിഭജനം നടക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻ പറഞ്ഞിരുന്നു. അതായത് ഈ പറഞ്ഞ പോലെ അന്നുണ്ടായിരുന്ന ഒരു ട്രീറ്റിയിൽ പ്രകാരം അവർ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വെച്ചിരുന്നു. ഈ പറഞ്ഞ ഈ നാട്ടുരാജ്യങ്ങൾ, അതായത് ഈ പറഞ്ഞ പ്രിൻസിലി സ്റ്റേറ്റ്സിനെല്ലാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി പാകിസ്ഥാനിലോട്ട് പോകാം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയുമായിട്ട് ചേരാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അങ്ങനെ സ്വതന്ത്ര രാജ്യമായിട്ട് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ് ഈ പറയുന്ന കശ്മീരും അതുപോലെ തന്നെ പാകിസ്ഥാനും ഒക്കെ. അപ്പം പാകിസ്ഥാനല്ല, കശ്മീരും ഹൈദരാബാദും ഒക്കെ. അപ്പം ഇങ്ങനത്തെ ഒരു ട്രീറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ കുറേ നാൾ ഇവരിങ്ങനെ ഇന്ത്യയിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് മെർജ് ചെയ്യാനായിട്ടുള്ളൊരു വിമുഖത കാണിച്ചതുകൊണ്ട് തന്നെ പതുക്കെയാണ് ഇവരെല്ലാവരും ഇന്ത്യയിലോട്ട് ചേർന്നത്. കുറേ നാൾ ഈ ഹൈദരാബാദിൽ നിസാമുദ്ദീൻ രാജവാഴ്ച തന്നെയായിരുന്നു. നിസാംസായിരുന്നു അവിടുത്തെ ഭരിച്ചിരുന്നത്, നിസാംസായിരുന്നു അവിടുത്തെ കൺട്രോൾ ചെയ്തിരുന്നത്. എല്ലാം ഇന്ത്യയിലാണ് സംസ്ഥാനം, പക്ഷേ എന്നിരുന്നാലും അതൊരു പ്രത്യേക സ്റ്റേറ്റായിട്ടാണ് പല ആളുകൾ അന്നത്തെ കാലത്ത് കണ്ടിരുന്നത്. പിന്നീടാണ് ഇന്ത്യയിലോട്ട് ഈ പറയുന്ന ഹൈദരാബാദ്, ഇന്നത്തെ നമ്മുടെ ഇന്നാണ് തെലങ്കാനയായത്, അന്ന് ആന്ധ്രാപ്രദേശായിരുന്നു, ആന്ധ്രാപ്രദേശിലോട്ട് മാറിയതും മെർജ് ചെയ്തതും ഒക്കെ വലിയൊരു സിറ്റി ആയിരുന്നല്ലോ അല്ലേ ഹൈദരാബാദ്. ഇപ്പോഴും അതേ വലിയൊരു സിറ്റി തന്നെയാണ്. അപ്പം ഈ ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈദരാബാദ് എന്ന് പറയുന്ന ഒരു പ്രിൻസിലി സ്റ്റേറ്റിനെ ഇന്ത്യയിലോട്ട് മെർജ് ചെയ്യപ്പെട്ട ആ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷനെയാണ് നമ്മൾ ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്നത്. ഇനി ദ ഫസ്റ്റ് കേരളൈറ്റ് വുമൺ ടു ബിക്കം എ ക്യാബിനറ്റ് മിനിസ്റ്റർ ഇൻ ദി സെൻട്രൽ ഗവൺമെൻറ് വാസ്. സെൻട്രൽ ഗവൺമെൻറ്റിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വനിത ആരാണ്? മിനിസ്റ്ററായിട്ട് വന്ന വനിത ആരാണ്? ഓപ്ഷൻ എ KR ഗൗരിയമ്മ, ഓപ്ഷൻ ബി ആനി മസ്കഡീൻ, ഓപ്ഷൻ സി ലക്ഷ്മി എൻ മേനോൻ, ഡി നൺ ഓഫ് ദി എബോ. നമുക്കറിയാം, നമ്മൾ ഒരിക്കലും മലയാളികൾ മറക്കാത്തൊരു ആൻസറാണ്. എന്താണ്? ആനി മസ്കഡീൻ ആണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി the capital of Portuguese power in Kerala during the 16th century. അപ്പോൾ പോർച്ചുഗീസ് പവറിൻ്റെ ക്യാപിറ്റൽ എവിടെയായിരുന്നു? ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. അവരുടെ ഫാക്ടറി സെറ്റപ്പ് ചെയ്തത് എവിടെയാണ്? കൊച്ചിൻ. കൊച്ചിനിലാണ്. സോ ഒബ്വിയസ്ലി ഇതിൻ്റെ ആൻസർ കൊച്ചി തന്നെ ആയിരിക്കും.
ഇനി ദ മലയാളി മെമ്മോറിയൽ 1891 മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു പ്രസ്താവന അതെന്തിനെയാണ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്? നോക്കിക്കോ. എ എന്ന് പറയുന്ന ടെമ്പിൾ എൻട്രി റൈറ്റ്സ് ആണോ, മോർ ഗവൺമെൻറ് ജോബ്സ് ഫോർ നേറ്റീവ്സ് ആണോ, അബോളിഷൻ ഓഫ് സ്ലേവറി, ഫോർമേഷൻ ഓഫ് ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ? ഇതിലേതുമായിട്ടാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു പ്രസ്താവന അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? നമുക്കെല്ലാവർക്കും അറിയുന്ന ആൻസർ ആയിരിക്കും ഇത്, മോർ ഗവൺമെൻറ് ജോബ്സ് ഫോർ ദ നേറ്റീവ്സ്. കാര്യം ആ ഒരു സമയത്ത് 1891 എന്ന് പറയുന്ന ഈ ഒരു ടൈമിൽ ഈ ഒരു സമയത്ത് കൂടുതലും ഈ പറഞ്ഞ പോലെ വെളിയിലത്തുള്ള ആളുകളെ ആയിരുന്നു പല ഗവൺമെൻറ് ജോലികൾക്ക് നേറ്റീവ്സിനെ പരിഗണിക്കാറില്ലായിരുന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് മലയാളം സംസാരിക്കുന്നവരുടെ നാട് കേരളമായി മാറിയത് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് മാറ്റിയതാണ്. മാറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേക സ്റ്റേറ്റായിട്ട് നമ്മൾ മാറിയത് തന്നെ 1951 അപ്പം അന്നേ കാലം ആ ഒരു സമയത്ത് പണ്ട് തൊട്ടേ അതേ നമ്മളെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് ജോലിക്കും അതിനും ഇതിനും എല്ലാം വന്നിരുന്നത് മറ്റ് ദേശക്കാരായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആളുകൾ, നമ്മുടെ മലയാളികൾക്ക് എന്തുണ്ടായിരുന്നില്ല, ഗവൺമെൻറ് ജോലി അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മലയാളി മെമ്മോറിയൽ കോൺസെൻട്രേറ്റ് ചെയ്തത് എന്തായിരുന്നു? അത്തരത്തിലുള്ളൊരു നേറ്റീവ് കൺസിഡറേഷൻ ആയിരുന്നു. എന്താ പറയുക, ഇൻഡിജീനിയസ് കൺസിഡറേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുക, എന്നിട്ട് മറ്റുള്ള ദേശത്തിലുള്ള ആളുകൾക്ക് കൊടുക്കുക. അതിപ്പോഴും നമ്മൾ വരുന്നുണ്ട്, അത് ഇപ്പോഴും നമ്മൾ കാണുന്നതാണ് അല്ലേ. നമ്മൾ ഈ പറഞ്ഞാൽ നമ്മുടെ കേരള PSC ഒക്കെ ആണെങ്കിലും ആദ്യത്തെ പ്രിഫറൻസ് നമ്മുടെ നാട്ടിലുള്ളവർക്കായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റുള്ള, ഈവൻ ദോ അവർ ജനിച്ച് വളർന്നത് കേരളത്തിലാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലുള്ളവർക്കേ എന്ത് ചെയ്യുള്ളൂ, ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുള്ളൂ. ഇനി ഹൂ ഫൗണ്ടഡ് ദ സഹോദര സമാജം ടു പ്രൊമോട്ട് ഇന്റർകാസ്റ്റ് ഡൈനിങ് ആൻഡ് ബ്രദർഹുഡ്? സഹോദര സംഘം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇതിനൊരു ആൻസർ ഉണ്ട് അല്ലേ. അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ. എന്തായിരിക്കും ഉത്തരം? സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. അപ്പം നമ്മുടെ ഇവിടെ എടുത്തു പറയേണ്ടത് ഇൻ്റർകാസ്റ്റ് ഡൈനിങ്, അതായത് കാസ്റ്റിൻ്റെ ഒരു ഭേദം ഇല്ലാതെ, ഒരു തരത്തിലുമുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് ഉറങ്ങുകയും ചെയ്യുന്ന ആ ഒരു ബ്രദർഹുഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹോദര സംഘം ഉണ്ടായത്. അത് പ്രൊമോട്ട് ചെയ്തിരുന്ന ആരായിരുന്നു? നമ്മുടെ സഹോദരൻ അയ്യപ്പൻ ആയിരുന്നു. ഇനി വീണ്ടും ഒരു അസേർഷൻ റീസൺ മൂവ്മെൻ്റ് ആണ് കേട്ടോ. സ്വദേശി, ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിനാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്വദേശി മൂവ്മെൻറ്റ് ലെഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇൻഡിജീനിയസ് ഇൻഡസ്ട്രീസ്. അതായത് നമ്മുടെ നാട്ടിലെ സാധനങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു പോപ്പുലാരിറ്റി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ ആളുകൾ ഉപയോഗിക്കട്ടെ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ചെറുകിട കച്ചവടങ്ങൾ, അതുപോലെ തന്നെ ചെറിയ ഫാക്ടറീസ്, ഇൻഡസ്ട്രീസൊക്കെ നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ ആദ്യം നമ്മൾ എന്താ പറയുക, പോപ്പുലറൈസ് ചെയ്യുകയും അതുപോലെ തന്നെ അതിനെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് ഈ സ്വദേശി മൂവ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു അസേർഷനാണ്, അതൊരു ശരിയായ അസേർഷനാണ് അല്ലേ. പക്ഷേ അതിൻ്റെ റീസണായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്വദേശി മൂവ്മെൻറ്റ് എംഫസൈസ് ദ യൂസ് ഓഫ് ഫോറിൻ ഗുഡ്സ് ആണോ? ഒരിക്കലും അല്ല. ഫോറിൻ ഗുഡ്സിനെ ശരിക്കും പറഞ്ഞാൽ ഡിമോളിഷ് ചെയ്യുകയാണ് സ്വദേശി മൂവ്മെൻറ്റ് ചെയ്തത്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോറിനേഴ്സ് ഉപയോഗിക്കുന്ന ഒന്നും വേണ്ട, നമ്മളെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ സ്വന്തം റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മൾ തനിയെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താണ്, എ എന്ന് പറയുന്നത് ട്രൂ ആണ്, പക്ഷേ ആർ എന്ന് പറയുന്നത് ഫോൾസ് ആണ് അല്ലേ. എ ഈസ് ട്രൂ ആൻഡ് ആർ ഈസ് ഫോൾസ്. ഇനി ദ ഹണ്ടർ കമ്മീഷൻ വാസ് അപ്പോയിൻറ്റഡ് ആഫ്റ്റർ. ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ദ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ്. അതായത് വുഡ്സ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാർ അപ്പോയിൻറ്റ് ചെയ്ത ഒരു കമ്മീഷനായിരുന്നു. അതാണ് ഈ വുഡ്സ് ഡിസ്പാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന കുറേ ഇംപ്ലിമെൻറ്റേഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് ഉറച്ച് അദ്ദേഹം വിശ്വസിച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ വുഡ്സ് ഡിസ്പാച്ചിൽ പറഞ്ഞിരിക്കുന്നത്, അതാണ് അതിൻ്റെ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ റീസൺ അതുകൊണ്ടാണ്. അപ്പോൾ വുഡ്സ് ഡിസ്പാച്ചിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നുണ്ടോ എന്ന്
പരിശോധിക്കാനായിട്ടാണ് ഈ വില്യം ഹണ്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിയോഗിച്ചത്. അന്നത്തെ വൈസ്രോയ് ആയിരുന്ന ലോർഡ് റിപ്പണാണ് അത് ചെയ്തത്. ഓക്കെ, അദ്ദേഹം ഈ വില്യം ഹണ്ടറിനെ ഉപയോഗിച്ചുകൊണ്ട് വില്യം ഹണ്ടർ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷനെ ഏർപ്പാടാക്കി. കാര്യം ഈ വുഡ്സ് ഡിസ്പാച്ച് പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഒരുപാട് റീഫോർമേറ്റീവ്സ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പല ആളുകളെയും, അതായത് ഈ പറഞ്ഞ പോലെ സ്വന്തം ഇത്രയും നാൾ ഇംഗ്ലീഷ് ഭാഷയിൽ പഠിച്ചു. അപ്പം ഈ വുഡ്സ് ഡിസ്പാച്ചിൽ തന്നെ പറയുന്നുണ്ട് വെർണക്കുലർ ലാംഗ്വേജസ്, അതായത് അവർക്കറിയാവുന്ന ഭാഷയിൽ അവരെ പഠിപ്പിക്കൂ എന്ന് വരെ പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ വുഡ്സ് ഡിസ്പാച്ചിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പം ഇത് കറക്റ്റായിട്ട് എല്ലാ നാട്ടിലും എല്ലാ സ്ഥലത്തും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വന്നൊരു കമ്മീഷനാണ് ഈ ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ ഹണ്ടർ കമ്മീഷൻ എന്ത് ഇവൻറ്റിന് ശേഷമാണ് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ജാലിയൻവാല ബാഗ് മസക്കർ, ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. സ്വാഭാവികമായിട്ടും മസക്കറിന് ശേഷമാണ്, ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷമാണ് ഈ ഒരു ഹണ്ടർ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്തത്. അപ്പോൾ മനസ്സിലായല്ലോ, ഒന്നിന് വേണ്ടിയിട്ട് വന്നതാണ്. അതായത് ഒരു നടപ്പാക്കിയ ഒരു സംഭവം, ഒരു പ്രക്രിയ അത് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചതും ഹണ്ടർ കമ്മീഷന് വേണ്ടി അവർ വന്നതും. ഇനി അടുത്തത്, ദ ഖിലാഫത്ത് മൂവ്മെൻറ്റ് വാസ് പ്രൈമർലി ലോഞ്ച് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ്. എതിരെയാണ് ഖിലാഫത്ത് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു വളരെ പ്രധാനപ്പെട്ട, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻറ്റാണ്. അപ്പം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് വന്നതെന്ന് നോക്കാം. ബ്രിട്ടീഷ് ടാക്സസിനെതിരെ വന്നതാണോ? ഫോൾ ഓഫ് ദി ഒട്ടോമൻ കാലിഫറ്റ് അതിനെതിരെ വന്നതാണോ? പാർട്ടീഷൻ ഓഫ് ബംഗാൾ, റൗലറ്റ് ആക്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, മറ്റതെല്ലാം ഇച്ചിരി ഒരു മോഡേൺ ഹിസ്റ്ററിയാണ്. പക്ഷേ ഖിലാഫത്ത് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയതായതുകൊണ്ട് തന്നെ നമുക്ക് ഫോൾ ഓഫ് ഒട്ടോമൻ കാലിഫറ്റ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഇനി ദ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ 1946, ഒരിക്കലും മറക്കരുത്. ദ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്ന് പറയുന്നത് 1-2 തവണ ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊനക്റ്റഡായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ കേട്ടോ. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്തിനാണ് വേണ്ടിയിട്ടാണ് പ്രപ്പോസ് ചെയ്തത്? എന്താണ് പ്രപ്പോസ് ചെയ്തത്? കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്, ബി പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, സി ഫോർമേഷൻ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഡി ഫെഡറേഷൻ ഓഫ് പ്രിൻസിലി ഏരിയാസ് സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പം ഡെഫിനറ്റ്ലി അതെന്താണ്, ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്യണം എന്നുള്ളൊരു പ്രപ്പോസലായിരുന്നു ക്യാബിനറ്റ് മിഷൻ പ്ലാൻ 1946 വന്നത്. ഒരു കാരണവശാലും അത് മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ക്യാബിനറ്റ് മിഷൻ കാരണം ഉണ്ടായ പല റിഫോർമേഷൻസും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതും ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഇനി ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ മലയാളം ലാംഗ്വേജ് എന്താണ്? കേരള മിത്രമാണോ? മലയാള മനോരമയും ദീപികയും എന്തായാലും അല്ല. ഓക്കെ, കേരള മിത്രം ആൻഡ് ബി രാജ്യസമാചാരം. ഒബ്വിയസ്ലി രാജ്യസമാചാരമാണ്. പക്ഷെ ചില സോഴ്സസ് പറയുന്നത് കേരളമിത്രമാണ് അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മലയാള ന്യൂസ് പേപ്പർ എന്നൊക്കെ പറഞ്ഞ് കുറേ സോഴ്സസ് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഭീംജി ചെയ്ത ഒരു പത്രമാണ്. അതായത് മലയാളത്തിൻ്റെ എക്സാക്റ്റ് ലിപിയൊക്കെ യൂസ് ചെയ്തിട്ട് ആദ്യമായിട്ട് പ്രിൻ്റ് ചെയ്തത് കേരളത്തിൽ തന്നെ പ്രിൻ്റ് ചെയ്തത് ഈ പറയുന്ന കേരള മിത്രമാണെന്ന് പറയുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ മലയാളം ലാംഗ്വേജ് എന്ന് പറയുന്നത് രാജ്യസമാചാരം ആണ്, ഇപ്പോൾ ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ്. പക്ഷേ കുറേ ആളുകൾ കേരള മിത്രമാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. സൂം ചെയ്തോട്ടെ. യെസ്, നോക്കിക്കേ. ഇവിടെ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഡാൽഹൗസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഡാൽഹൗസിയുടെയാണ്. വെർണക്കുലർ പ്രസ് ലോർഡ് ലിറ്റൻ്റെ തന്നെയാണ് വെർണക്കുലർ പ്രസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചു അല്ലേ, ലോർഡ് കോൺവാലിസിൻ്റെയാണ്. സബ്സിഡറി അലയൻസും ലോർഡ് വെലസ്ലയുടെയാണ്. അപ്പം സിയും ഡിയും എയും ശരിയാണ്. വെർണക്കുലർ പ്രസ് എന്ന് പറയുന്നത് ലോർഡ് ലിറ്റൻ്റെ തന്നെയാണ്. അപ്പോൾ ഇവിടെയും ശരിക്കുള്ളൊരു ഓർഡറാണ് വന്നിരിക്കുന്നത് അല്ലേ, ABCD. യെസ്, അപ്പം അത് തന്നെയാണ് എൻ്റെ ആൻസർ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതായത് ഈ ലോർഡ്സ്, അതായത് നമ്മുടെ ബ്രിട്ടീഷിൽ വന്നിരിക്കുന്ന വൈസ്രോയ്സ്,
ഇവരുടെ കാലഘട്ടത്തിൽ ഇവരുടെ കാലഘട്ടത്തിൽ ഇവർ കൊണ്ടുവന്ന ഇമ്പോർട്ടൻ്റ് ഡോക്ട്രിൻ ഏതൊക്കെയാണ് എന്നുള്ളത് ഒരു നോട്ട് തയ്യാറാക്കി പഠിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ടൈമുണ്ട്, ഇഷ്ടംപോലെ ടൈമുണ്ട് നിങ്ങൾക്ക് ഇനിയും. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇപ്പം ഇവർ ഓരോ വൈസ്രോയി വന്ന ഡേറ്റ് വേണമെങ്കിൽ, വന്ന ഇയർ, ചില ഇയറൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ, അതായത് ആദ്യം വന്നവർ തൊട്ട് അവസാനം വന്നവർ വരെ, അപ്പോൾ അങ്ങനെ ആ ഒരു ഓർഡറിൽ എഴുതി അതിൻ്റെ തൊട്ട് താഴെ അവർ കൊണ്ടുവന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിഫോർമേഷൻ ആക്റ്റോ അല്ലെങ്കിൽ ട്രീറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊക്ലമേഷനോ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നോട്ട് എഴുതി വെച്ച് പഠിക്കുവാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മിനിറ്റ്. The Industrial Revolution began in ബ്രിട്ടനിലാണ് ഇൻഡസ് റെവല്യൂഷൻ ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത്. പലരും ഫ്രാൻസ് എഴുതും, പക്ഷേ ശരിയായ ഉത്തരം ബ്രിട്ടനാണ്. ഇനി ഹൂ വാസ് ദ ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ചൈന? നമ്മൾ ചൈനയുടെ കുറേ റെവല്യൂഷനിലെ കുറേ കാര്യങ്ങൾ പഠിച്ചല്ലേ. ആരായിരിക്കും? മാവോ സെഡോങ് ആണോ, സുൻ യാറ്റ് സെൻ ആണോ, ഷിയാങ് കൈ ഷേക്ക് ആണോ, ഡെങ് സിയാओपिങ് ആണോ? സുൻ യാൻ ടെൻ ആണ്. നമ്മൾ പക്ഷേ പഠിച്ചിരുന്ന ലീപ്പ് ഫോർവേഡും അതുപോലെ തന്നെ ലോങ് മാർച്ചും ഇതൊക്കെ ലീഡ് ചെയ്ത ആരാണ്? മാവോ സെഡോങ് ആണ്. പക്ഷേ സുൻ യാറ്റ് സെൻ ആണ് ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് റിപ്പബ്ലിക് ചൈന. റിപ്പബ്ലിക് ചൈനയുടെ ആദ്യത്തെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് സുൻ യാറ്റ് സെൻ ആണ്. ഇനി ദ ട്രീറ്റി ദാറ്റ് എൻഡഡ് ദ അമേരിക്കൻ റവല്യൂഷണറി വാർ, അതായത് അമേരിക്കൻ റവല്യൂഷണറി വാറിൻ്റെ ആ ഒരു എൻഡ് ചെയ്യിപ്പിച്ച ഒരു ട്രീറ്റി ഉണ്ടായിരുന്നു. അതെന്താണ്? ഇതിൽ നമുക്ക് ആൻസർ നമുക്ക് അറിയാം. ട്രീറ്റി ഓഫ് പാരീസ് 1783. ഒരിക്കലും മറന്നു പോകരുത്, എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ട്രീറ്റി ഓഫ് പാരീസ് 1783. ഇനി ദ ബോൾഷെവിക് പാർട്ടി വാസ് ഫൗണ്ടഡ് ബൈ, ഞാൻ നേരത്തെ പറഞ്ഞു, ലെനിനാണ്. അപ്പം നേരത്തെ നമ്മളൊരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യനിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ലെനിൻ ഒരു എന്താ പറയുക, ലെനിൻ റഷ്യയിലെ രാജകുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല, മൊണാർക്സിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, സ്റ്റാലിൻ റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വക്താവ് അല്ലെങ്കിൽ ഫൗണ്ടർ എന്ന് പറയുന്നത് സ്റ്റാലിനാണ്. ഓക്കെ, അപ്പം ഇത് രണ്ടും മറക്കരുത്. ഓക്കെ, അടുത്ത് വീണ്ടും ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ദ യുണൈറ്റഡ് നേഷൻസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു മെയിൻറ്റെയിൻ ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. റീസൺ പറയുന്നത് ദ ലീഗ് ഓഫ് നേഷൻസ് സക്സസ്ഫുള്ളി പ്രിവെൻറ്റഡ് വേൾഡ് വാർ ടു പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയോ? ഇല്ല. അപ്പോൾ എ എന്ന് പറയുന്നത് ട്രൂ ആണ്, പക്ഷേ ആർ എന്ന് പറയുന്നത് ഫോൾസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന പീസും സെക്യൂരിറ്റിയും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് എന്തുണ്ടായില്ല? വേൾഡ് വാറിനെ നമുക്ക് തടയാനായിട്ട് കഴിഞ്ഞില്ല. ഇനി UNO എന്നാണ് വന്നത്? സ്ഥിരം ചോദിച്ചേക്കാവുന്ന ഒരു ചോദ്യമാണ്. UN എന്നാണ് വന്നത്? 1945 വന്നത്. 24 ഒക്ടോബറിലാണ് UNO ഒഫീഷ്യലി നമ്മുടെ എക്സിസ്റ്റ് ചെയ്തത്. അതായത് ഒഫീഷ്യലി അത് അതിൻ്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് 24 ഒക്ടോബറാണ് 1945. ഇനി ദ 5-year പ്ലാൻ മോഡൽ ഇൻ ഇന്ത്യ വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ, അത് ഇന്ത്യയിലെ പല കാര്യങ്ങളും പല സ്ഥലത്തു നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ. നമ്മുടെ പ്രിയാമ്പിൾ എടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ബൈക്യാമറൽ സിസ്റ്റം നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 5-year മോഡൽ പ്ലാൻ ഇന്ത്യയിൽ നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയൻ, റഷ്യയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് 5-year പ്ലാൻ എപ്പോഴായിരുന്നു? നമ്മുടെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ 5-year പ്ലാൻ എന്ന് പറയുന്നത് 12th 5-year പ്ലാൻ ആയിരുന്നു, 2012-17. ഓക്കെ, 12-17. അതുപോലെ തന്നെ നമ്മുടെ 12-17 നമ്മുടെ ഇന്ത്യയിൽ അവസാനത്തെ നടന്ന ഒരു 5-year പ്ലാൻ എന്ന് പറയുന്നത് 2012-17. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 5-year പ്ലാനിൽ നമ്മുടെ ഇന്ത്യയിൽ നടത്തിയ ഒരു 5-year പ്ലാൻ, തേർഡ് 5-year പ്ലാൻ ഫെയിലിയറായിരുന്നു, അൾട്ടർ ഫെയിലിയറായിരുന്നു നമ്മുടെ തേർഡ് 5-year പ്ലാൻ എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോ പാകിസ്ഥാൻ വാർ, ഇൻഡോ ചൈന വാർ ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ തേർഡ് 5-year പ്ലാനിനെ നമ്മളൊരു ഫെയിലിയറായിട്ടാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, അത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഈ 5-year പ്ലാൻ ഇന്ത്യയിലെ 5-year പ്ലാനിനല്ല, മൊത്തത്തിൽ ഈ 5-year പ്ലാനിനൊരു ഫാദറുണ്ട്. അതാരാണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. 5-year പ്ലാൻസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന് തന്നെ
ഒരു ഫാദറുണ്ട്. ഓക്കെ, അതാരാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഇനി അടുത്തൊരു ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു ബി ഫോംഡ് ഓൺ ലിംഗ്വിസ്റ്റിക് ബേസിസ്. ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായിട്ടുണ്ടായ ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ആന്ധ്രാപ്രദേശാണ്. ഇനി ദ മെയിൻ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യാസ് നോൺ അലൈൻഡ് മൂവ്മെൻറ്റിൻ്റെ നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും കക്ഷി രാഷ്ട്രീയത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതാണ് നോൺ അലൈൻഡ് എന്ന് പറയുന്നത്. കക്ഷി രാഷ്ട്രീയം വേണ്ട എന്നുള്ള രീതിയിൽ നോൺ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ നടത്തിയ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വക്താവ് ആരായിരുന്നു? മഹാത്മാഗാന്ധി, സർദാർ പട്ടേൽ, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി. ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇനി ദണ്ഡി മാർച്ച്. ദ ദണ്ഡി മാർച്ച് സ്റ്റാർട്ടഡ് ഫ്രം സബർമതി ആശ്രം, അഹമ്മദാബാദ്, ബോംബെ, വാർധ. എവിടെ നിന്നായിരിക്കും? ഗാന്ധിജിയുടെ സ്വന്തം ആശ്രമത്തിൽ നിന്നാണ്, സബർമതി ആശ്രമത്തിൽ നിന്ന് തന്നെയാണ് ദണ്ഡി മാർച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സെ നമ്മൾ നേരത്തെ പഠിച്ചു. ഡോക്ട്രിൻ ഓഫ് ലാപ്സെ ലോർഡ് ഡാൽഹൗസിയുടെയാണ്. അദ്ദേഹം കൊണ്ടുവന്നൊരു ട്രീറ്റിയാണ്. അത് എവിടെയാണ് ആദ്യം അപ്ലൈ ചെയ്തത് എന്ന് പറഞ്ഞാൽ, ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹയർലെസ് എന്ന് പറഞ്ഞാൽ ഇപ്പം അനന്തരാവകാശി ഇല്ലാതെ ഒരു രാജ്യമുണ്ടെങ്കിൽ, അതായത് ഇപ്പം നമുക്ക് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ തന്നെ പറയാം, സത്താരയാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ സത്താര എന്ന് പറഞ്ഞാൽ ഒരു റീജിയണൽ സ്റ്റേറ്റിന് ഈ പറഞ്ഞാൽ അനന്തരാവകാശി ഇല്ലാതായി. അപ്പോൾ അനന്തരാവകാശി ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് ഓട്ടോമാറ്റിക്കലി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരും എന്ന് പറയുന്ന ഒരു ഡോക്ടറിനെയാണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് ലാപ്സെ എന്ന് പറയുന്നത്. ഹെയർലെസ് എന്ന് പറഞ്ഞാൽ തലമുടിയല്ല, ഹയർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ അനന്തരാവകാശി ഇല്ലാത്ത രാജ്യം ഓട്ടോമാറ്റിക്കലി എന്തായി മാറുന്നു? ബ്രിട്ടീഷിലോട്ട് ചേരുന്നു. ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് ലാപ്സെ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വക്താവ് ഡാൽഹൗസി ആയിരുന്നു. അത് ആദ്യം അപ്ലൈ ചെയ്തത് എവിടെയാണ്? സത്താരയിലാണ് അപ്ലൈ ചെയ്തത്. ഇനി അറേഞ്ച് ദ ഫോളോയിങ് ഇവൻറ്റ്സ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ. വീണ്ടും ഒരു ക്രൊണോളജിക്കൽ ഓർഡർ ആയിട്ട്, അതായത് ചെറുതിൽ നിന്ന് വലുതിലോട്ട്. ഇതിലാദ്യം സംഭവിച്ചത് ഏതാണ്? റഷ്യൻ റവല്യൂഷൻ ഉണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ ചൈനീസ് റവല്യൂഷൻ ഉണ്ട്, ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ട്. ഇതിലാദ്യം സംഭവിച്ചത് ഏതാണ്? ഓൾഡസ്റ്റ് വൺ തീർച്ചയായിട്ടും അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. അത് കഴിഞ്ഞ് വരുന്നത് ഫ്രഞ്ച് റവല്യൂഷനാണ്. അത് കഴിഞ്ഞ് റഷ്യൻ റവല്യൂഷൻ, അവസാനം വരുന്നതാണ് ഓൾഡസ്റ്റ് റവല്യൂഷൻ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഓർഡറിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ചൈനീസ് റവല്യൂഷനുമാണ്. അപ്പോൾ ആദ്യം അമേരിക്ക, അത് കഴിഞ്ഞ് ഫ്രാൻസ്, അത് കഴിഞ്ഞ് റഷ്യ, അത് കഴിഞ്ഞ് ചൈന. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ ഓർഡേഴ്സ്, അതായത് നമ്മുടെ ഈ ഓരോ ഈ റവല്യൂഷൻസിൻ്റെയും ഓർഡർ കറക്റ്റായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഞാനിതിൽ ഗ്ലോറിയസ് റവല്യൂഷൻ്റെ വേറൊരു വീഡിയോ ആണ്. അപ്പം അതെന്തായാലും ഗ്ലോറിയസ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിൽ നടന്ന റവല്യൂഷനാണ്. അതിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളും കൂടി ഒന്ന് കവർ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററി 2 മാർക്കിനായതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളും ഒന്നും വരില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് പോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. പ്രധാനപ്പെട്ട വ്യക്തികൾ, പ്രധാനപ്പെട്ട വർഷം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കഴിയുന്നതും ചോദിക്കാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. അതുപോലെ പിന്നെ ഈ ഒരു സീരീസ്, അതായത് ഈ ഒരു ഹിസ്റ്ററി സെക്ഷനിൽ നിങ്ങൾ മാക്സിമം കളക്റ്റീവായിട്ടുള്ള ഇൻഫോർമേഷനാണ് എടുക്കേണ്ടത്. ഒരുപാട് കാട് കയറി പഠിക്കേണ്ട കാര്യമില്ല. വളരെയധികം മികച്ച രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഓപ്ഷൻസ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ക്വസ്റ്റ്യൻസ് വളരെയധികം കാര്യമായിട്ട് നോക്കുക. ക്വസ്റ്റ്യൻസിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. നമുക്ക് പല ക്വസ്റ്റ്യൻസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കുക. അങ്ങനെ വേണം ഇതിൽ ആൻസർ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.